പ്രിയാസ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കണേ. കഥകളിലൂടെ നമുക്ക് കാര്യങ്ങൾ പഠിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഹൈദരാബാദ് നഗരത്തെക്കുറിച്ചും ചാർമിനാറിനെ കുറിച്ചുമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശിൻ്റെയും തെലങ്കാനയുടെയും സംയുക്ത തലസ്ഥാനമായ നഗരമാണ് ഹൈദരാബാദ്. തെലങ്കാനയിൽ സ്ഥിതി ചെയ്യുന്ന ഹൈദരാബാദ് 61 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയോടെ ഇന്ത്യയിലെ 6ാമത്തെ വലിയ മെട്രോ നഗരമാണ്. ചരിത്രപരവും സാംസ്കാരികവും കലാപരവുമായ പാരമ്പര്യത്താൽ വളരെ ശ്രദ്ധേയമായ ഈ നഗരം ദക്ഷിണേന്ത്യയുടെയും ഉത്തരേന്ത്യയുടെയും ഭൂമിശാസ്ത്രപരവും നാനാവിധ ഭാഷാ സംസ്കാരങ്ങളുടെയും സമാഗമ ബിന്ദുവായും വർത്തിക്കുന്നു. നൈസാമുകളുടെ നഗരമെന്നും അറിയപ്പെടുന്ന ഹൈദരാബാദ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വികസിതമായ നഗരങ്ങളിൽ ഒന്നാണ്. ഈ നഗരം ഇന്ന് വിവരസാങ്കേതിക വ്യവസായത്തിൻ്റെയും അനുബന്ധിത തൊഴിലുകളുടെയും ഇന്ത്യയിലെ പ്രധാന താൽപ്പര്യ കേന്ദ്രവുമാണ്. 1562 ഇബ്രാഹിം കുത്തബ് ഷാവിനാൽ പണികഴിക്കപ്പെട്ട ഹുസൈൻ സാഗർ എന്ന മനുഷ്യനിർമ്മിത തടാകത്തിൽ വേറിട്ട് നിൽക്കുന്ന യുഗ്മ നഗരങ്ങളാണ് ഹൈദരാബാദും അതിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന സെക്കന്ദരാബാദ് എന്ന നഗരവും. തെലുങ്കിൽ ഭാഗ്യനഗരം എന്നും അറിയപ്പെടുന്ന ഹൈദരാബാദിൻ്റെ പേരിൻ്റെ ഉത്ഭവത്തെപ്പറ്റി നിരവധി സിദ്ധാന്തങ്ങളാണ് ഉള്ളത്. ഏറ്റവും ജനപ്രിയമായ കഥ പറയുന്നത് എന്തെന്നാൽ, നഗരം സ്ഥാപിച്ച ശേഷം മുഹമ്മദ് ഖിലി കുത്തബ് ഷാ ഭാഗ്യമതി എന്നു പേരുള്ള ഒരു ബഞ്ചാര പെൺകുട്ടിയുമായി പ്രേമിച്ച് വിവാഹിതനായി ഭാഗ്യനഗരം എന്ന് വിളിച്ചു തുടങ്ങി എന്നതാണ്. പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ച് ഭാഗ്യമതി സ്വന്തം പേര് ഹൈദർ മഹൽ എന്ന് മാറ്റുകയും അതിനനുയോജ്യമായി നഗരം ഹൈദരാബാദ് അക്ഷരാർത്ഥത്തിൽ ഹൈദറിൻ്റെ നഗരമായി തീരുകയും ചെയ്തു. ഹൈദരാബാദിൽ നിന്ന് പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായി 1591 നിർമ്മിച്ചതാണ് ചാർമിനാർ. 2012 ഈ സ്മാരകം ലോകഭൂപടത്തിൽ സ്ഥാനം നേടി. ചാർമിനാർ എന്നാൽ 4 മിന്നാരങ്ങളുള്ള പള്ളി എന്നാണ് അർത്ഥം. കുത്തുബ് ഷാഹി രാജവംശത്തിലെ സുൽത്താൻ മുഹമ്മദ് ഷാഹി കുത്തുബ് ഷായാണ് ഈ സ്മാരകം സ്ഥാപിച്ചത്. പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ സ്മരണാർത്ഥമാണ് 1591 ചാർമിനാർ നിർമ്മിച്ചത്. ചാർമിനാറിലെ 4 മിന്നാരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ഇസ്ലാമിലെ 4 ഖലീഫകളെയാണ്. സുൽത്താൻ തൻ്റെ തലസ്ഥാന നഗരി ഗോൾക്കൊണ്ടയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് മാറ്റിയ ശേഷമാണ് ചാർമിനാർ നിർമ്മാണം തുടങ്ങിയത്. ഗ്രാനൈറ്റ്, ചുണ്ണാമ്പുകല്ല്, കരിങ്കല്ല് എന്നിവ കൊണ്ടാണ് ചാർമിനാർ നിർമ്മിച്ചിരിക്കുന്നത്. ചാർമിനാറിൻ്റെ ഓരോ വശത്തിനും 20 മീറ്റർ നീളമാണുള്ളത്. മിന്നാരങ്ങൾക്ക് 48.7 മീറ്റർ നീളമുണ്ട്. മിന്നാരങ്ങൾക്കുള്ളിൽ 149 പടവുകളുണ്ട്. ഹൈദരാബാദ് നഗരത്തിൻ്റെ മധ്യഭാഗത്തായി പേർഷ്യൻ നിർമ്മാണ രീതികൾ ഉപയോഗിച്ചാണ് സ്മാരകം നിർമ്മിച്ചത്. ചാർമിനാറിന് തറക്കല്ലിടുന്ന വേളയിൽ കുത്തുബ് ഷാ ഇപ്രകാരം പ്രാർത്ഥിച്ചു: ഈ നഗരത്തിന് ശാന്തിയും ഐശ്വര്യവും നൽകണമേ. എല്ലാ ജാതിയിലും മതത്തിലും പെട്ട കോടിക്കണക്കിന് ആളുകൾക്ക് ഈ നഗരം നൽകണമേ.